ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കോടനാടാണ്. കപ്പിൾക്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കസിൻസ് ഉണ്ട്. എൻ്റെ അമ്മയുടെ രണ്ടാമത്തെ ചേച്ചി, അവരും അവരുടെ മക്കളുമാണുള്ളത്. കൃഷ്ണ, കല്യാണി, സിന്നു വല്യമ്മ. അപ്പം ഞങ്ങളിത് അവിടെ വന്നു. അപ്പം നമ്മൾ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വന്നെയാണ്. കണ്ടില്ലേ, അയലാവും അങ്ങനെ ഇത് ഇഷ്ടപ്പെടുന്ന നമ്മളിവിടെ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ തന്നെ ഒരുപാട് ട്രീസും നല്ല ഗാർഡനിങ്ങും ഒക്കെയാണ്. ഇവിടെ ഉള്ള ബട്ടർഫ്ലൈസിൻ്റെ ബോർഡുകളാണ്, ഒന്നോ രണ്ടോ ഒരുപാടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ക്യൂട്ട്നെസ് ഇട്ടതാണ് കേട്ടോ. എല്ലാവരും നടക്കുകയാണ്. ഇവിടെയൊക്കെ ഫോറസ്റ്റാണ്. ഇവിടെ ഇങ്ങനെ ഒരുപാട് ബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടർഫ്ലൈസിൻ്റെ. ഇവിടെയൊക്കെ ഇതുണ്ട്, പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരൊറ്റ എണ്ണത്തിന് പോലും ഇവിടെ കണ്ടില്ല കേട്ടോ. പിന്നെ വീണ്ടും അങ്ങ് നമ്മളുടെ മാൻകുട്ടികളുടെ അടുത്ത് നമ്മൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ചെറിയ ഇങ്ങനെ വീടുകളൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ അവിടെയൊന്നും കയറിയില്ല. നമുക്ക് നേരെ മാൻകുട്ടികളെ കാണാൻ വേണ്ടി നമ്മൾ പോയി. നമ്മളിതാ സൂവിൻ്റെ അവിടെ എത്തിയതാ, മാൻകുട്ടികളുടെ അവിടെ ഇല്ലേ, അവരുടെ പാർക്കാണ് ഇപ്പോൾ അവിടെ. അപ്പോൾ നമ്മൾ നേരെ അവിടേക്ക് പോയി. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ 2 ഫോട്ടോ എടുത്താണ്. അങ്ങനെ നേരെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്നിതാ അവിടെ എത്തി. ഇവിടെ അനിമൽസിനെ ഫീഡ് ചെയ്യരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവരുടെ അടുത്തേക്കൊന്നും പോകാൻ പാടില്ല. ഇതാണ് ഈ കാണുന്നത്, കണ്ടില്ലേ, ആൺകുട്ടികളാണ് മൊത്തം. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ നമ്മൾ മ്ലാവുകളെ കണ്ടു. മ്ലാവുകളിൽ നിന്നാണ് തോന്നുന്നു എൻ്റെ പേര്. എൻ്റെ ബോർഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. കാണുന്നൊക്കെയാണ്. അവിടെ ഒരെണ്ണം ഇരിക്കുന്നുണ്ട്. ചിലതുങ്ങളൊക്കെ അവിടെ കുസൃതി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ബോർഡ്. അവിടെ കണ്ടോ, അവിടെയാണ് കുസൃതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ അടുത്ത ഒരു സ്ഥലത്തെത്തി. ഇവിടെ മാൻ തന്നെയാണ് കേട്ടോ, കണ്ടില്ലേ, അവിടെയായിട്ടാണ് മാനുകൾ. അത് മറ്റേ പ്ലാവ് തന്നെയാണ്, പ്ലാവല്ല മ്ലാവാണ്. അടുത്തതായിട്ട് നമ്മൾ പോകുന്ന എലിഫൻറ്റിൻ്റെ ക്യാമ്പിലേക്കാണ്. ഇവിടെ ഓരോ ആനകൾക്കും ഓരോ പേരാണ്. ഇത് പാർവതിയാണ് കേട്ടോ, കണ്ടില്ലേ, എന്ത് രസമല്ലേ. ഓരോരുത്തർക്കും ഓരോ പേരുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ ആനേനെ കണ്ടു. ഇത് ആശ. ഈ ആശയ്ക്കൊരു കുറുമ്പുണ്ട്, എപ്പോഴും ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും. ഇത്രയും നേരം ഡാൻസ് കളിക്കായിരുന്നു കേട്ടോ, ഇപ്പോൾ ഡാൻസൊക്കെ നിർത്തി. പക്ഷെ പ്രായമുള്ള ആനയാണെന്ന് തോന്നുന്നു. ഓരോരുത്തർക്കും ഓരോ പേരുണ്ട്. ഇതിൻ്റെ പേര് പ്രസാദ് എന്നാണ്. അവിടെ ബോർഡ് വെച്ചുകൊണ്ട് എനിക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല. അങ്ങനെ ഓരോ ആനകളെയും കണ്ടു. കുറേ നേരമായാലും ഇങ്ങനത്തെ ഹൗസ് കാണും. അപ്പോൾ ഞങ്ങൾ ഒരെണ്ണത്തിൽ ഇരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ വീണ്ടും നടന്നപ്പോൾ അങ്ങോട്ടേക്ക് കുറച്ചും കൂടി ഉണ്ടായിരുന്നു. ആ കാണുന്ന മരമല്ലേ, ട്രീ ഹൗസ്. പാർട്ട് 2 ഇറക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അത് കാണണേ.